നമ്മൾ മൊബൈൽ എത്ര കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും മൊബൈലിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ ഫുള്ളായി പോകുന്ന അവസ്ഥ പല ആളുകൾക്കും അനുഭവപ്പെടാറുണ്ട്. നമ്മൾ മൊബൈലിലുള്ള ഫോട്ടോസ്, വീഡിയോസ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു സ്റ്റോറേജ് നമുക്ക് വീണ്ടെടുക്കാനേ സാധ്യമല്ല. ഇതിൻ്റെ യഥാർത്ഥ വില്ലൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പ് തന്നെയാണ്. വാട്സാപ്പിലൂടെ എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകുന്നത്? വാട്സാപ്പിൽ നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഫോട്ടോസും വീഡിയോസും അതുപോലെ തന്നെ ചാറ്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ അതൊക്കെ നമ്മൾ ക്ലിയർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ സെൻഡ് ചെയ്തതിൻ്റെ ഒരു കോപ്പി നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് സ്റ്റോറായി കിടക്കുന്നുണ്ട്. ഇതാണ് സംഭവം. ഇത് ഏകദേശം 2 വർഷത്തോളം സ്റ്റോറായി കിടക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ ഫുള്ളാകുകയില്ലേ? അപ്പോൾ മൊബൈലിൻ്റെ സ്റ്റോറേജിൽ ഈ ഒരു സെൻഡ് ചെയ്തതിൻ്റെ കോപ്പി എവിടെയാണ് സ്റ്റോറായി കിടക്കുന്നത് അത് കണ്ടുപിടിച്ച് അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറേജ് പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനു വേണ്ടി നമ്മുടെ മൊബൈലിലുള്ള ഫയൽ മാനേജറാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഗൂഗിളിൻ്റെ തന്നെ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഈ ഒരു ഫയൽ മാനേജർ ഞാൻ ഓപ്പൺ ചെയ്യാണ്. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്റേണൽ സ്റ്റോറേജ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ തന്നെ ആൻഡ്രോയിഡ് എന്നൊരു ഫോൾഡർ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മീഡിയ എന്ന ഈ ഒരു ഫോൾഡർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ com.whatsapp എന്നൊരു ഫോൾഡർ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് വാട്സാപ്പിൻ്റെ തന്നെ ഫോൾഡറാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ കാണിക്കും. ഇവിടെ വാട്സാപ്പ് എന്ന ഫോൾഡർ വീണ്ടും തിരഞ്ഞെടുക്കുക. എന്നിട്ട് മീഡിയ എന്ന ഈ ഒരു ഫോൾഡർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വാട്സാപ്പ് ഇമേജ് അതുപോലെ തന്നെ വാട്സാപ്പ് വീഡിയോ എന്ന 2 ഫോൾഡേഴ്സ് കാണാൻ സാധിക്കും. അതിൽ വാട്സാപ്പ് ഇമേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ മറ്റൊരു ഹിഡൻ ഫോൾഡർ ഉണ്ട്, സെൻഡ് എന്ന ഫോൾഡർ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നിങ്ങൾ ഇതുവരെയായിട്ടും സെൻഡ് ചെയ്തതിൻ്റെ ഒരു കോപ്പി ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടാകും. നിങ്ങൾ വാട്സാപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടുന്ന് അത് പോകില്ല. ഓക്കെ, ഇവിടെ ഉള്ളതൊക്കെ കോപ്പിയായി കിടക്കുന്ന ഫയലുകളാണ്. ഇത് ഓരോന്നോരോന്നായിട്ട് മാർക്ക് ചെയ്തതിന് പകരം ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഓൾ കൊടുത്താൽ മതി. എല്ലാം സെലക്റ്റഡ് ആകും. എന്നിട്ട് ഇവിടെ ഡിലീറ്റിൻ്റെ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് മൊത്തം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓരോന്നിൻ്റെയും ഫയൽ സൈസ് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകും. അപ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് സ്റ്റോറേജ് സ്പേസ് ലാഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വാട്സാപ്പ് വീഡിയോ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് എന്ന ഈ ഒരു ഫോൾഡർ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ടാവും. നിങ്ങൾ എത്രത്തോളം വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇതാ ഇവിടെയും കോപ്പിയായി കിടക്കുന്നുണ്ടാവും. ഓരോന്നിൻ്റെയും MB നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്ന് ഇവിടെ തന്നെ കണ്ടാൽ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇതും സെലക്ട് ഓൾ കൊടുത്തിട്ട് ഇവിടെ ഡിലീറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മൊബൈലിൻ്റെ സ്റ്റോറേജിൽ വെറുതെ, അതായത് കോപ്പിയായി കിടക്കുന്ന ഈ ഫയലുകളൊക്കെ ക്ലിയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്പേസ് ലാഭിക്കാൻ സാധിക്കും. കാരണം ഇത് 2 വർഷത്തോളം ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാകും. അത് നിങ്ങൾ അറിയാതെ കോപ്പിയായി കിടക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ ഫുള്ളാകുന്നത്. ഓക്കെ, അപ്പോൾ സമയമുള്ളപ്പോഴൊക്കെ നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഇങ്ങനെ കോപ്പിയായിട്ട് കിടക്കുന്ന ഫയലുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ സ്റ്റോറേജിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.